ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 4-ാം വാരം ചൊവ്വാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് 38 വർഷമായി രോഗിയായിരിക്കുന്ന ഒരാളെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ സുവിശേഷം സംഭവിക്കുന്നത് ബെത്സദയിലാണ്. ബെത്സദ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ബെത്സൈദയായിട്ട്. ഗെന്നേസരത്ത് തടാകത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബെത്സൈദ എന്ന് പറയുന്നത്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കുളത്തിൻ്റെ പേരാണ് ബെത്സദ. ഈ ബെത്സദ കുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ ആളെ ഏത് രോഗത്തിൽ നിന്നുമാണ് കർത്താവ് സൗഖ്യം നൽകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയില്ല. വചനത്തിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ധന്മാരും മുടന്തന്മാരും തളർവാദ രോഗികളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു രോഗം തന്നെയായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിൽ നിന്നുമാണ് കർത്താവ് അയാൾക്ക് സൗഖ്യം നൽകിയത്. കാരണം കർത്താവ് അയാളോട് തൻ്റെ കിടക്കയുമെടുത്ത് പോകാൻ പറയുമ്പോൾ അതൊരു അന്ധനായാലും മുടന്തനായാലും തളർവാദ രോഗിയായാലും 3 പേർക്കും സാധിക്കുന്ന ഒരു സൗഖ്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗഖ്യം എന്താണെന്ന് കൃത്യമായിട്ടും വചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നില്ല. ഇതിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വചനം കൃത്യമായിട്ടും പറയുന്നു 38 വർഷമായിട്ട് പുള്ളി അവിടെയുണ്ട്. വെള്ളത്തിലെ മാലാഖയുടെ ഒരു അനക്കം ഉണ്ടാവുന്ന സമയത്ത് മറ്റാളുകൾ പ്രവേശിക്കുമ്പോൾ അയാൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം അയാൾക്ക് മറ്റൊരാളുടെ സഹായമില്ലായിരുന്നു. അതാണ് കാരണം പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 38 വർഷമായിട്ടും ഇയാളെ പരിഗണിക്കുന്നവരായിട്ട് ആരുമില്ല. ദേവാലയത്തിൽ എല്ലാ ദിവസവും എത്ര പേര് കടന്നു വരും. ഇന്ന് കർത്താവ് കാണിച്ചു തരുന്നൊരു വലിയ മാതൃകയുണ്ട്. കർത്താവ് ദേവാലയത്തിൽ എന്തിനാ വന്നത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ കർത്താവ് മുഴുവൻ സമയവും ആകാശത്ത് അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ദൈവത്തെ മാത്രമല്ല കർത്താവ് നോക്കിയത്. കർത്താവ് നോക്കിയത് വളരെ താഴെ നിൽക്കുന്ന ആൾക്കാരെയും കർത്താവ് നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരാളെ കാണുന്നതും അയാളോട് അടുത്ത് ചെന്ന് സംസാരിക്കാൻ വേണ്ടി കർത്താവ് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും ഒരു നൊയമ്പ് കാലമൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥന പരിത്യാഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴും നമ്മളുടെ കണ്ണുകൾ മുകളിലോട്ട് മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. എവിടെയോ സാധാരണക്കാരെ, നമ്മൾ ഒപ്പമുള്ളവരെയും അടുത്തുള്ളവരെയും അല്ലെങ്കിൽ വളരെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അന്ധമായ കണ്ണ് വെച്ചുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വളരെ വലിയ പ്രാർത്ഥനകളൊക്കെ ആയിരിക്കുന്ന ഒരാളാണ് എന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ശരിയാണോ? കർത്താവ് ഇന്ന് കാണിച്ചു തരുന്ന മാതൃക ഇതല്ലേ? നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, കർത്താവ് സൗഖ്യം നൽകി കഴിഞ്ഞതിന് ശേഷം ഈ ആൾക്കാർ, പ്രത്യേകിച്ച് യഹൂദർ കൃത്യമായിട്ട് പറയുന്നു. യഹൂദർ പറയുന്നത്, നീ ഒരു ശാപത്തിൻ്റെ അന്ന് എന്തിനാണ് നീ ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്യുന്നതെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദർ ആരും തന്നെ തിരിച്ചറിയുന്നില്ല ഈ 38 വർഷം ഇയാൾ അനുഭവിച്ചായിരുന്നു. അയാൾക്കൊരു സൗഖ്യം ലഭിച്ചതിനോർത്ത് സന്തോഷിക്കുക എല്ലാവരും ചെയ്യുന്നത്, അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ എൻ്റെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നന്മകളെന്ന രീതിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത്, പരിത്യാഗ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ മറന്നു പോകുന്ന കുറച്ച് പേര് എൻ്റെ വീട്ടിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഒപ്പമുള്ളവർ, സഹോദരങ്ങൾ, ജോലി സ്ഥലത്തുള്ളവർ, അവരെയൊക്കെ മറന്നുകൊണ്ടുള്ള എൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം അർത്ഥമുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു വീട്ടിൽ ഉപവാസം എടുക്കുകയാണ് അല്ലെങ്കിൽ നൊയമ്പെടുക്കുകയാണ്. പക്ഷേ ഉപവാസം എടുക്കുന്ന ആളും നൊയമ്പെടുക്കുന്ന ആളും ഒക്കെ മുഴുവൻ സമയം വഴക്കും കുറ്റം പറച്ചിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യത്തിന് നന്മയുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ മുകളിലേക്ക് കർത്താവിനേക്ക് നോക്കുന്നപ്പുറത്തേക്ക് ക്രിസ്തു കാണിച്ചു തരുന്നൊരു മാതൃകയുണ്ടെന്നാണ്. ഒപ്പമുള്ള സഹോദരനെ ഒന്ന് കാണാനും സാധിക്കുമെങ്കിൽ അവരൊന്ന് സഹായിക്കാനും, അവരുടെ ജീവിതത്തിലൊരു സന്തോഷം നടക്കുമ്പോൾ അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിനപ്പുറത്തേക്ക് അവൻ്റെ ഒപ്പം സന്തോഷിക്കാനുള്ള കൃപ കർത്താവ് അതെനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.